രാവിലെ 5:30 കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ എണീറ്റ് കേട്ടോ. ഇതേ അച്ഛനും മോനും സുഖമായിട്ട് ഇറങ്ങുക. അപ്പൊ ഫ്രഷ് ആയിട്ട് കിച്ചണിലേക്ക് പോവാണ്. ശനിയാഴ്ച കേട്ടോ. അങ്കിത്തിന് സ്കൂളുണ്ട്, രാക്കയ്ക്ക് ഓഫീസിൽ പോകണ്ട. അപ്പൊ അങ്കിത്തിന് ടിഫിൻ കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. നേരത്തെ വിളക്ക് കിട്ടോ. ഇവിടെ ഭയങ്കര ചൂടാണ്. ചൂടും തണുപ്പും നമ്മൾ സഹിച്ചേ പറ്റൂ. അപ്പത്തിന്റെ മാവ് തലേദിവസം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ 2 അപ്പവും കൂടെ ചിക്കൻ കറിയും തലേദിവസം തന്നെ ബാക്കി കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പവും ആ ചിക്കൻ കറി ഒന്ന് റോസ്റ്റ് ചെയ്ത് അതാണ് അവന് കൊടുത്തു വിടാൻ പോകുന്നത്. അപ്പം ഞാൻ സ്കൂളിൽ എപ്പോഴും കല്ലപ്പം പോലെയാണ് ചുട്ട് കൊടുക്കാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാകുമ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മുടെ ചിക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ കുറച്ച് വലിയ പീസായിട്ടായിരുന്നു. ബ്രസ്റ്റ് പീസ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു വലിയ പീസായിട്ടാണ്. അപ്പോൾ അത് 3 പീസ് ബാക്കി ഉണ്ടായിരുന്നു. അതിൽ 2 പീസ് മതി അവന്. അതും ഞാനൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് 2 പീസ്. അപ്പം ഞാൻ ചുട്ടിട്ട് ഒന്ന് തണുത്തതിന് ശേഷമാണ് ടിഫിനിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒട്ടിയിരിക്കും, കഴിക്കുമ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. അപ്പോൾ ഇച്ചിരി ഒന്ന് ആറിയതിന് ശേഷം വെച്ച് കൊടുത്താൽ നല്ല സൂപ്പറായിട്ടിരിക്കും. ഫ്രൂട്ട്സ് ബ്രേക്കിന് കുറച്ച് ബദാമും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് അവനെ ഒന്ന് എഴുന്നേപ്പിച്ച് റെഡിയാവുന്നുണ്ട് അവനവിടെ. ഒരു കുട്ടി ഗ്ലാസ് പാല് ഇച്ചിരി ബൂസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ആറ്റി പതപ്പിച്ച് കൊടുത്താൽ അതും ഇപ്പോൾ കുടിച്ചോണ്ട് പോകും. നന്നായിട്ട് ആറ്റി പതപ്പിച്ച് തന്നെ കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു ക്രോസൻറ്റ്, നമ്മുടെ ക്രീം ബണ്ണോ എന്തെങ്കിലും അങ്ങനെ ഉള്ളതും കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കാണിച്ചിട്ടില്ലേ. ഒരു ക്രോസൻറ്റും കൊടുത്തു. പിന്നെ ടിഫിനും റെഡിയായി. അങ്ങനെ അവന് പോകാനുള്ള എല്ലാം സെറ്റാക്കി. അവനിപ്പോൾ സ്കൂൾ 8 മണി മുതൽ 12 മണി വരെ ഉള്ളു കേട്ടോ. ഭയങ്കര ചൂടാണ് ഇവിടെ. ആ ഹീറ്റ് വേവിന്റെ കാരണം കൊണ്ടാണ് ഈ സ്കൂൾ ടൈമിംഗ് ഒക്കെ കുറച്ചത്. ഇപ്പൊ വെക്കേഷൻ തുടങ്ങും, ജൂലൈ മുഴുവൻ അവധിയായിരിക്കും. ഇവിടുത്തെ ചൂട് നമുക്ക് പറയാൻ പറ്റാത്ത ചൂടാട്ടോ. മയിലുകൾ ടെറസിൽ ഇരിപ്പുണ്ട്, ഒരെണ്ണം അപ്പുറത്ത് ഇരിപ്പുണ്ട്, ബാക്കി നമ്മുടെ മേളിൽ ഇരുന്ന് കാറുക. ഇപ്പൊ നന്ദ്യാർവട്ടം ഇഷ്ടം പോലെ പൂക്കുന്ന സമയം. ഈ ചൂടത്ത് ഇഷ്ടം പോലെ നന്ദ്യാർവട്ടം പൂ ഇങ്ങനെ വെള്ള കളറിൽ നിൽക്കും. അത് വാടത്തൊന്നുമില്ല കേട്ടോ, ഈ ചൂടാ അതിനിഷ്ടമെന്നാ തോന്നുന്നത്. ഈ വരുന്ന ശനിയാഴ്ച ഇവിടെ ഇലക്ഷനാ. നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇവിടെ ഈ ശനിയാഴ്ച വരുന്നേ ഉള്ളൂ. ഞാൻ കിച്ചണിൽ രാവിലെ വന്ന് നിന്നപ്പോൾ തൊട്ട് ഈ കിളികളുടെ ഇങ്ങനെ കരച്ചില്ല, കുറേ കിളികളുടെ ഇങ്ങനെ കരച്ചില്ല. അപ്പോൾ എന്താണ്, ഞാൻ ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങി നോക്കി. എനിക്ക് തോന്നുന്നു ഏതോ ഒരു കിളി മരിച്ച് ചത്തു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ കാക്കയൊക്കെ ഇങ്ങനെ ചത്തു പോകുമ്പം ഇങ്ങനെ കാക്കക്കൂട്ടങ്ങൾ കരയുന്ന പോലെ കിളികളെല്ലാം കരയും അവിടെ. കരിയില കുരുവി പോലത്തെ കുഞ്ഞു കുരുവികൾ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് പീസാട്ടോ, ബോൺലെസ് ചിക്കൻ. കുഞ്ഞു കുഞ്ഞു കഷ്ണായിട്ട് ഈ രീതിയിൽ മുറിച്ചെടുത്തു. പിന്നെ ഒരു കടായിൽ എണ്ണ ഒഴിച്ചു. കുറച്ച് വെളുത്തുള്ളിയും നമ്മുടെ പച്ചമുളക്, ചുമന്ന പച്ചമുളക് നോക്കി അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഈ ബോൺലെസ് ബ്രസ്റ്റ് പീസ് ഉണ്ടല്ലോ, ഈ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചത്, അത് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ മെഴുക്കുവരട്ടി പോലെ. എന്തിനാ വെച്ചാൽ ഒരു ചിക്കൻ ക്ലിയർ സൂപ്പ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും, ഒരുപാട് ഇടണ്ട, നല്ല എരിവ് കാണും. വേണമെങ്കിൽ അവസാനം ഇടാമല്ലോ സൂപ്പിൽ നമുക്ക് കുരുമുളക് പൊടി ഉപ്പും ഒക്കെ. നമുക്ക് ചിക്കനിൽ ആവശ്യമുള്ള കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി എടുക്കുമ്പോൾ കുറച്ച് വെള്ളം അതിനകത്തുനിന്ന് വിട്ട് വരുന്ന സമയത്ത് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് പകുതിയായിട്ടൊന്ന് വറ്റി കിട്ടണം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വെള്ളത്തിലേക്ക്. പിന്നെ നന്നായിട്ട് തിളയ്ക്കാനായിട്ട് ഇട്ട് കൊടുത്തു. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വീണ്ടും തിളപ്പിച്ച് പകുതിയായിട്ട് വറ്റിയെടുത്തു. നമ്മുടെ ചിക്കൻ ക്ലിയർ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒത്തിരി ഹെൽത്തിയാണ്. വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവർക്കൊക്കെ ഹെൽത്തി ആയിട്ടാണ്. ഇത് ശരിക്കും തലേദിവസം ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, ഞങ്ങൾ കുടിച്ചു. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് വെച്ചിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ചിക്കൻ്റെ ആ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് നിൽപ്പുണ്ട്. ചിക്കൻ സ്റ്റോക്കിൻ്റെ നല്ല ടേസ്റ്റാണ്. ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. രാഖ TV കണ്ടുകൊണ്ടിരുന്ന് പാടുക കേട്ടോ. രാഖയുടെ പാട്ടാണത്. ശനി ഞായർ രാഖയ്ക്ക് അവധിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കാപ്പറ്റ് എടുത്ത് എന്തായാലും ഒന്ന് വെയിലത്തോട്ടിടാന്ന് വിചാരിച്ചു. ഇന്ന് തുണി നനയ്ക്കാനോ മടക്കി വെക്കാനോ ഒന്നും ഇല്ല. അപ്പം അതെന്തായാലും ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പം അത് ഉണക്കാൻ പോയ സമയത്ത് ഞാൻ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം വൈകുന്നേരത്തെ പാലും രാവിലെ കൊണ്ടുവന്ന പാലും. അപ്പം ഇത് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഷെയ്ക്കൊക്കെ അടിക്കാമല്ലോ എന്ന് വെച്ചിട്ടുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു കാച്ചാൻ വെച്ചിട്ട് പോയത്. ഞാൻ മറന്നുപോയി. രണ്ടും ഒരുമിച്ച് തിളച്ച് തൂവി കളഞ്ഞ് പണി തന്നു. അതൊക്കെ എന്തായാലും ക്ലീൻ ചെയ്തിട്ട്
എന്റെയും കാക്കയുടെയും ബ്രഞ്ച് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചു, സവാള വഴറ്റുക. സവാളക്ക് ഇവിടെ ഭയങ്കര വില കുറവായിപ്പോൾ. ഒരുവിധം ഒന്ന് വഴണ്ടി കിട്ടിയപ്പോൾ ഒരു തക്കാളിയും കൂടെ ചേർത്തു. പനീർ ബുർജിക്ക ഒരു പനീർ ഞാൻ വാങ്ങിച്ചു വെച്ചത് കുറച്ച് ദിവസമായി. അതെന്തായാലും ഒന്ന് പുറത്തെടുത്ത് വെച്ച് ഐസ് മാറിയ ശേഷം പൊടിച്ചെടുത്തു. നമ്മുടെ സവാള തക്കാളി വഴണ്ടി വന്നപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പും ഇത് ചേർത്ത് വഴറ്റിയിട്ട് നമ്മുടെ പനീർ പൊടിച്ചു വെച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്ത് ഇതേ നമ്മുടെ പനീർ ബുർജി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ബ്രെഡാ. അങ്കിത്തിന് ഞാനൊരു സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കി കൊടുക്കാം. അവൻ 12 മണി കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 പീസ് ബ്രെഡ് എടുത്തു. ഈ പനീർ നന്നായിട്ട് സ്റ്റഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മുരിച്ച് ഇങ്ങനെ വെക്കുക, സാൻഡ്വിച്ച് പോലെ. അവനത് ഇഷ്ടമാവാൻ കഴിച്ചോളും. അവൻ ഇങ്ങനെയൊക്കെയുള്ള കൂടുതൽ ഇഷ്ടം. ഞങ്ങൾക്ക് പിന്നെ സിമ്പിളായിട്ട് ബ്രെഡ് റോസ്റ്റ് ചെയ്ത് അത് കൂട്ടി ഞങ്ങളങ്ങ് കഴിക്കും. ഇത് ഹെവി ആയിട്ടിരിക്കും. അവൻ അപ്പവും ചിക്കനൊക്കെ കഴിച്ചാണല്ലോ. അപ്പോൾ അവന് 2 പീസിനകത്ത് ഇത് സ്റ്റഫ് ചെയ്യുമ്പോൾ അവന് ധാരാളമാണ്. എനിക്ക് ഉണ്ടാക്കിയേക്കും പിന്നെ അതേ ബ്രെഡ് പെട്ടെന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ശരിക്കും പാലും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ കുറച്ച് ലേറ്റായി. ബ്രഞ്ച് പോലെ കഴിക്കുന്നത്. എപ്പോഴും ഞങ്ങൾ ശനിയും ഞായറും ബ്രഞ്ച് പോലെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ മെയ്ഡൊക്കെ വന്നു ക്ലീൻ ചെയ്യാനായിട്ട്. ഇന്നൊരു ഫ്ലേവേർഡ് ലസ്സി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ റോസ് മിൽക്ക് കാണിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇത്. എൻ്റെ കയ്യിൽ ആ റൂഅഫ്സ ഞാൻ പറഞ്ഞല്ലോ, ഗുലാബ് ജെല്ല് പോലെ ഒരു സംഭവം എൻ്റെ ഇരിപ്പുണ്ട്. ഒരു ചെറിയ പാക്കറ്റ് തൈരുണ്ട്, എനിക്കൊന്ന് 1/2 ലിറ്ററിൻ്റെ അത് ഇതേ മിക്സിയിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് കുലുക്കി അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനി സിമ്പിളായിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. നമ്മുടെ ഫ്ലേവേർഡ് ലസ്സി റെഡി ആയിട്ടുണ്ട്. ഈ ചൂടത്ത് ഒത്തിരി കൂളിംഗ് ആയിട്ട് നമുക്ക് പറ്റുന്ന ഒരു സംഭവമാണ് ഈ ലസ്സിയും റോസ് മിൽക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അങ്കിത്ത് സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ട്യൂഷന് പോയെന്ന് നേരത്തെയാ ട്യൂഷൻ. അവന് എക്സാംസ് ഉണ്ടേ. സ്കൂൾ അടയ്ക്കുന്നതിന് മുന്നേ പീരിയോഡിക് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ട്യൂഷന് വിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ വിടണ്ടാന്ന് വിചാരിച്ചതാ. പിന്നെ അവിടെ പോയി 2 അക്ഷരം എന്തായാലും പഠിക്കൂല്ലോ. പിന്നെ വന്നിട്ട് റെസ്റ്റ് എടുക്കട്ടെ. പുറത്ത് നല്ല വെയിലാണ്. പൊരി വെയിൽ, എരി വെയിൽ എന്നൊക്കെ പറയത്തില്ല. നമ്മുടെ നാട്ടിലെ ചൂട് തന്നെ സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ കേട്ടു. പക്ഷെ അതിന്റെ 10 ഇരട്ടി ചൂടാ ഇവിടെ. അത്രയ്ക്ക് ചൂടാ. ഹ്യൂമിഡിറ്റിയും കൂടി ഇല്ലാത്തതുകൊണ്ട് ദേഹം പൊള്ളും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 30 ഡിഗ്രിയാ. കിടക്കാൻ പോകുമ്പോഴത്തേക്കും 40 ഡിഗ്രി അത് കഴിയും. അതിന്റെ ഇടയ്ക്കകത്ത് ഇവിടെ ഒരു 45 ഡിഗ്രി ഒക്കെ വരെ ഇപ്പൊ പോകുന്നുണ്ട്. ഇനി അത് കൂടത്തേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അങ്കിത്തിന്റെ ആക്കിയൊക്കെ ഉണ്ടല്ലോ. ഞാൻ കുറച്ച് ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വെച്ച് കുറച്ച് കടലമാവും അരിമാവും കായപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് ഉള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ട് ഉള്ളിവട ഉണ്ടാക്കുക. ഞങ്ങൾ 3 പേരും ഉണ്ടല്ലോ, അപ്പോൾ ഒരുമിച്ചിരുന്നതൊക്കെ കഴിക്കാൻ ടേസ്റ്റ് അല്ലേ. ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല. ഒരു 2-3 വട വീതം കഴിക്കാൻ പറ്റുന്ന രീതിയിലേ ഉണ്ടാക്കുന്നുള്ളൂ. തിരിച്ചും മറിച്ചും ഇട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഉള്ളി ഇഷ്ടംപോലെ അവൈലബിളാണ്. ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ഉള്ള ഒരു ചാക്ക് കണക്കിന് ഉള്ളി വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് റൂമിൽ ഫാനൊക്കെ ഇട്ട് ഉണക്കി വെക്കും. കാരണം ഉള്ളിയുടെ വില 80 രൂപ 100 രൂപ വരെ പോകുന്ന സമയമുണ്ടല്ലോ. ഇപ്പം ഇത് 10 രൂപയ്ക്ക് ഹോൾസെയിൽ മാർക്കറ്റിൽ കിട്ടും, അല്ലെങ്കിൽ 20 രൂപ. പിന്നെ ചെറിയ ചെറിയ കടകളിലൊക്കെ ആണെങ്കിൽ 25 രൂപ വരെയൊക്കെ കൊടുക്കുക. അത്രേ ഉള്ളൂ മാക്സിമം. അത്രയ്ക്ക് വില കുറവാണ് ഇവിടെ. ഇത് എത്ര രൂപയ്ക്കാണ് വാങ്ങിയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒത്തിരി വില കുറവാണ് ഇപ്പോൾ ഉള്ളിക്ക് ഇവിടെ. സീസണും ആണല്ലോ. ഞാൻ പക്ഷെ 2 കിലോ വീതമാണ് വാങ്ങുന്നത്. എനിക്ക് ഒരുപാട് സ്റ്റോർ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അപ്പോഴപ്പോഴേ നമ്മളങ്ങ് വാങ്ങുന്നതല്ലേ നല്ലത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ചാക്ക് കണക്കിന് വാങ്ങിയിട്ട് ഒരു റൂമിന്റെ മൂലയിൽ ഇതിങ്ങനെ ഇട്ടേക്കും. ഇടയ്ക്കിടയ്ക്ക് ഫാൻ ഇട്ടിട്ട് അതിങ്ങനെ മാറ്റി മാറ്റി കൊടുക്കും. നമ്മുടെ മെയ്ഡാ ഇതൊക്കെ പറയുന്ന കേട്ടോ. പിന്നെ അല്ലാതെ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഞാൻ തന്നെ വിചാരിച്ചു ഇത്രയും ചാക്കിൽ ഉള്ളി ഇവരെന്തിനാ വാങ്ങുന്നതെന്ന്. നമുക്ക് അങ്ങനൊന്നും ശീലമില്ലല്ലോ. നമ്മൾ അപ്പോഴങ്ങ് വാങ്ങിയിട്ടുള്ളൊരു ശീലമേ ഉള്ളൂ. ചായ ഇട്ടു കേട്ടോ. ചായ ഇല്ലാതെ എന്ത് ഉള്ളിവിടെയാ. So guys, we're gonna open the second batch of popsicles. It's watermelon flavored. Watermelon cap. Hello. ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ നമ്മുടെ വാട്ടർമെലൻ പോപ്സിക്കിൾ ഉണ്ടാക്കി വെച്ചത് കാണിച്ചല്ലോ, നമ്മുടെ വാട്ടർമെലൻ കുൽഫി. അത് ഉണ്ടാക്കി വെച്ചതേ കാണിച്ചുള്ളൂ, ഞാൻ തുറന്ന് കാണിച്ചില്ലല്ലോ. അത് ഈ പ്രാവശ്യം കാണിച്ചു തരാം കേട്ടോ. കുറച്ച് വെള്ളത്തിൽ ആദ്യം മുക്കി വെക്കണം, എന്നാലേ ഇറക്കാൻ പറ്റത്തുള്ളൂ. അതെ, അങ്ങനല്ല. വാച്ച് അങ്ങനല്ല. ഇനി അത് ഊരിയിട്ടേ ആ താഴത്തെ ആ ഒരു പാത്രമില്ല, അതിനകത്ത് വെള്ളം നിറച്ചു. അങ്ങനെ വരത്തില്ല. അതിൽ ഷോ കുറച്ചു നേരം വെള്ളത്തിൽ താഴ്ത്തി വെച്ചാൽ അതിങ്ങനെ ഇളകി വരത്തുള്ളൂ. ഇതേ നമ്മുടെ
പോപ്സിക്കിളാ വാട്ടർമെലൻ കുൽഫി. അതൊരെണ്ണം അങ്കൂനും കൊടുത്തു, രാക്കയ്ക്കും കൊടുത്തു. 2 എണ്ണം ഞങ്ങൾക്ക് കഴിക്കാനുള്ളതുണ്ട്. 6 എണ്ണത്തിന്റെ ഒരു സെറ്റാണ് എൻ്റെ ഉള്ളത്. ചൂടത്ത് ഇതൊക്കെ കഴിക്കുമ്പോൾ ഉള്ള ഒരു ആശ്വാസം എന്തായാലും എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. തൊണ്ടവേദനയും ജലദോഷമൊക്കെ വരുമെന്ന് പറയും, അതൊക്കെ ഒരു സൈഡിൽ നിൽക്കും. ചൂടത്ത് തണുപ്പ് കഴിക്കുക, തണുപ്പത്ത് ചായ അങ്ങനെയുള്ളത് ചൂട് കഴിക്കുക. വൈകുന്നേരം 7 മണി കഴിഞ്ഞു. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞു. നമ്മുടെ അലക്സയിൽ ടെമ്പറേച്ചർ കാണിക്കുന്നത് 42 ഡിഗ്രി ആയിപ്പോൾ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ചൂടിന്റെ ഒരു കാഠിന്യം. നമ്മുടെ ഇവിടെയൊക്കെ 42 മാക്സിമം അല്ലേ വന്നോളൂ. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതാ. അങ്കു അച്ഛനും കൊച്ചു വർത്താനം പറയാ. ഞാൻ തമാശയ്ക്ക് പറയാം എന്നെ കുറിച്ച് കുറ്റം പറയാണോന്ന്. അപ്പൊ പിന്നെ അവര് കുറച്ച് കൂടുതൽ കാണിക്കും. ഇപ്പൊ കിട്ടുന്ന ക്യാരറ്റ് അത്ര ഭംഗിയില്ലെങ്കിലും ഫേഷ്യൽ ചെയ്ത് എടുത്താൽ നല്ല രസമാണ്. അപ്പൊ ഞാനൊരു ക്യാരറ്റ് എന്തായാലും ഈ രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നു ഡിന്നറിന്. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു, കടുവും പച്ചമുളകും ഒക്കെ പൊട്ടിച്ചിട്ട് സവാളയും പച്ചമുളകും ഒന്ന് വഴറ്റി, പിന്നെ നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടു. രാത്രിയിൽ ഞാൻ പറഞ്ഞല്ലേ ഈ ചൂടത്ത് അധികം മസാല ഇല്ലാത്തത് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. പഴവും ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മുടെ റവ നന്നായിട്ട് റോസ്റ്റ് ചെയ്തങ്ങ് എടുക്കാം. ചെറിയ രീതിയിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് റവ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇനി അത് 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം വീണ്ടും 2 മിനിറ്റ് അടച്ചു വെക്കുക. പിന്നെ തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല സൂപ്പർ ഉപ്പുമാവാണ്. ഞാൻ എപ്പോഴും ഉപ്പുമാവ് ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഓരോ സാധനങ്ങൾ പരീക്ഷിച്ച് അങ്ങനെ ഉണ്ടാക്കും. ഇതിപ്പോൾ ഇന്ന് ക്യാരറ്റിൻ്റെയാണ്. ചില ദിവസം സിമ്പിൾ ഉപ്പുമാവായിരിക്കും. ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. കൂടെ പഴവുമാണ്. നല്ല സൂപ്പർ ഉപ്പുമാവ് കിട്ടിയിട്ടുണ്ട്. രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യുക. ഇതൊക്കെയാണെങ്കിൽ ഞാൻ വെറുതെ ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി കേട്ടോ. ഹർഷയെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരമൊക്കെ നടക്കാൻ പോകുന്ന ഒരു ഓർമ്മയും കാര്യങ്ങളും ഒക്കെ. പുറത്തുനിന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ പുറത്ത് നിന്ന് താഴോട്ടൊക്കെ ഒന്ന് നോക്കി. ആരെയും കാണുന്നില്ല ചൂട് കാരണം. പുറത്തേ ഇല്ല ആരും. അത്രയ്ക്ക് ചൂടാ രാത്രിയിലും. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.